അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലയോ സത്യവിശ്വാസികളെ, ഒരു വർഷം നമ്മിൽ നിന്ന് പിന്നിടുമ്പോൾ ഒരു പുതുവർഷത്തെ നാം എപ്രകാരമാണ് സ്വീകരിക്കേണ്ടത് എന്നും അതിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചുമാണ് വിശ്വാസികളെ ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ ഈ ഒരു പുതുവർഷത്തെ ആഘോഷമായി സ്വീകരിക്കുന്ന ആളുകളുമുണ്ട്. ഒരുപാട് യുവാക്കൾ, എല്ലാ ആളുകളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആളുകളും അത്തരം ഒരു ആഘോഷത്തിൽ പെട്ടുപോകുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വളരെ വളരെ പ്രയാസം നമുക്കൊക്കെ ഉണ്ടാകാറുണ്ട്. എൻ്റെ സഹോദരന്മാരോടും രക്ഷിതാക്കളോടും എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട, നമ്മുടെ അധീനതയിൽ കഴിയുന്ന ഒരാളും ആ ഒരു പുതുവർഷത്തിൻ്റെ ആഘോഷത്തിൽ ഒരിക്കലും പങ്കെടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം അത് മറ്റുള്ള സമുദായക്കാരുടെ ആഘോഷമായി അവർ എടുക്കുന്നുണ്ടെങ്കിലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ അതിൽ പങ്കെടുക്കുവാൻ പാടില്ല. അവിടെ മദ്യപിക്കുന്ന ആളുകളുണ്ട്, അവിടെ മറ്റുള്ള എല്ലാ വൃത്തിഹീനമായ വൃത്തികേടുകളും സംസാരിക്കുന്ന ആളുകളുണ്ട്, അനാവശ്യമായി കൊണ്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ചിലവ് അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ വിനിയോഗിക്കുന്ന സമയം, അതിലൊന്നും നമുക്ക് എന്തില്ല, ഒരു ഖൈറുമില്ല. നമ്മുടെ മക്കൾ, നമ്മുടെ മകൾ, നമ്മുടെ മകൻ, അവർ ആ ഒരു ജീവിതത്തിലേക്ക്, ആ ഒരു രംഗത്തേക്ക് അവർ പോകുന്നുണ്ടെങ്കിൽ വിശ്വാസികളെ, ഇതിൻ്റെ സമയമാകുന്നതിന് മുമ്പേ അവരെ പറഞ്ഞ് അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക. ആ പിന്തിരിപ്പിക്കാൻ നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ്, നമ്മുടെ കടമയാണ്. വാട്സപ്പിൽ തന്നെ ഇപ്പോൾ സ്റ്റാറ്റസുകൾ അതായി മാറിക്കൊണ്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയകളിൽ അതിൻ്റെയൊക്കെ ചർച്ചകളും മറ്റു കാര്യങ്ങളും നടക്കുകയാണ്. നമുക്കെന്ത് ഗുണം? വിശ്വാസികളെ, ആ ഒരു സമയം കൊണ്ട് പരിശുദ്ധമായ ഖുർആനിൻ്റെ ഒരു വചനം നമ്മൾ മനഃപ്പാഠമാക്കിയാൽ നമുക്ക് എത്ര ഖൈറ. ഈ ഒരു അവസ്ഥയിൽ കൂടി സഞ്ചരിച്ച് നമ്മുടെ സമയവും സമ്പത്തുമൊക്കെ അതിൽ ചിലവഴിച്ച് താന്തോന്നികളായി അതിൽ കൊണ്ടാടി നടന്ന് ആഘോഷിച്ച് ആഹ്ലാദിച്ച് നമുക്ക് എന്ത് കിട്ടി സഹോദരങ്ങളെ? നമുക്കൊന്നും ലഭിക്കാനില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, മൻ തശബ്ബഹ ബി ഖൗമിൻ ഫഹുവ മിൻഹും. ആരെങ്കിലും ഒരു ജനതയോട് സാമ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവർ അവരിൽപ്പെട്ട ആളാണ്. അതിൻ്റെ അർത്ഥം എന്താ? അവർ നമ്മിൽപ്പെട്ട ആളുകളല്ല, അവർ അവരിൽപ്പെട്ട ആളുകളായി മാറി. നമ്മൾ വിശ്വാസികളാണ്, നമുക്കത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് വിശ്വാസികളെ, മാറുന്നത് നമ്മുടെ കലണ്ടറാണ്. നമുക്ക് തീർന്നു പോകുന്നത് എന്താണ്? നമ്മുടെ വിലപ്പെട്ട ആയുസ്സാണ്, നമ്മുടെ സമയമാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, നാളെ പരലോകത്തേക്ക് വേണ്ടിയുള്ള ഓരോ അമലുകൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ സമയവും നമ്മുടെ സമ്പത്തും നമ്മുടെ ശരീരവും നമ്മൾ വിനിയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ ഇഹലോകത്തും പരലോകത്തും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഖൈറും ബർക്കത്തും നമുക്കുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധമായ മുഴുവൻ വൃത്തിഹീനമായ കൂട്ടുകെട്ടുകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ പുതുവർഷത്തെ ആത്മാർത്ഥമായി ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് നന്മയിലായി, ദിക്റിലായി, സ്വലാത്തിലായി, നമസ്കാരത്തിലായി, ഈമാനോടുകൂടി, ഇഖ്ലാസോടുകൂടി പുതുവർഷത്തെ നമുക്ക് വരവേൽക്കാം. അല്ലാതെ ഒരു ആർഭാടവും ഒരു ആഘോഷവും നമുക്ക് വേണ്ട. പുതുവർഷമെന്ന് പറയുന്നത്
നമുക്ക് ചിന്തിക്കാനുള്ളതാണ്, അതുപോലെ ആഘോഷിക്കാനുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ ഈ പുതുവർഷത്തെ വരവേൽക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ യുവതലമുറയ്ക്ക് ഈമാനും ഇഖ്ലാസും തഖ്വയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ നസീഹത്ത് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.